രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ദേശീയ സുരക്ഷാ ഏജൻസികളെ മാത്രമല്ല, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും അതീവ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കേരളത്തിലും സംസ്ഥാന പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പൊതുവിടങ്ങളിലെ നിരീക്ഷണം ശക്തമാക്കാനും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും പ്രത്യേക ശ്രദ്ധ നൽകാനും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു വിദൂര സംസ്ഥാനമായിട്ടും കേരളം ഇത്രയും ശക്തമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? എന്തൊക്കെയാണ് കേരളം നേരിടുന്ന ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾ? പോലീസ് സംവിധാനത്തിന്റെ പ്രതികരണം എത്രത്തോളം ഫലപ്രദമാണ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യണം. ഡൽഹിയിൽ നടന്ന ആക്രമണം ഒരു ആസൂത്രിത ഭീകര ആക്രമണമാണെന്ന സൂചനകൾ ശക്തമാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഭീകര ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ലഭിക്കാറുമുണ്ട്. കേരളം പ്രത്യേകിച്ചും ജാഗ്രത പാലിക്കേണ്ട ചില കാരണങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നും IS പോലുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ നടന്ന സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ചിലർക്ക് വൈറ്റ് കോളർ ഭീകര ശൃംഖലയുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങൾ ഭീകരരുടെ ലക്ഷ്യമാവാം. ഇന്റർനെറ്റ് വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ സജീവമാണെന്ന സംശയം കേന്ദ്ര ഏജൻസികളും പങ്കുവയ്ക്കുന്നു. തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ദേശീയപാതകൾ എന്നിവ കാരണം കേരളം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്താനുള്ള ഒരു ട്രാൻസിറ്റ് പോയിന്റായി മാറിയേക്കാം. ഈ ഭീഷണികളെല്ലാം കണക്കിലെടുത്താണ് ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ അടിയന്തരമായി സംസ്ഥാന പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ക്രമസമാധാന ചുമതലയുള്ള ADGP മുഖേനയാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം കൈമാറിയത്. ഈ നിർദ്ദേശങ്ങൾ 2 പ്രധാന ലക്ഷ്യങ്ങളോടെയാണ് നടപ്പിലാക്കുന്നത്. ഭീഷണി തടയുക, വിവരങ്ങൾ ശേഖരിക്കുക. പോലീസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തൽ. നഗരത്തിലും തിരക്കേറിയ പ്രദേശങ്ങളിലും പോലീസിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് സംശയാസ്പദമായ നീക്കങ്ങൾ തടയാൻ സഹായിക്കും. ഷോപ്പിംഗ് മാളുകൾ, തിയേറ്ററുകൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലെല്ലാം സുരക്ഷാ പരിശോധന കർശനമാക്കും. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന കർശനമാക്കുന്നത് വഴി ആയുധക്കടത്ത്, സ്ഫോടക വസ്തുക്കളുടെ നീക്കം എന്നിവ തടയാൻ സാധിക്കും. ആരാധനാലയങ്ങളിലും ആളുകൾ കൂടുന്ന പൊതുസ്ഥലങ്ങളിലും ജാഗ്രത വേണമെന്ന നിർദ്ദേശം ഈ കേന്ദ്രങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീകരാക്രമണ ശ്രമങ്ങൾ തടയുന്നതിന് പുറമെ മതസൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമങ്ങൾ മുൻകൂട്ടി അറിയാനും സഹായിക്കും. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാൽ 112 എന്ന എമർജൻസി നമ്പറിൽ വിളിക്കാനുമുള്ള നിർദ്ദേശം പൗരന്മാരുടെ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമാകാൻ ലക്ഷ്യമിടുന്നു. പൊതുജനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് പലപ്പോഴും ഭീകര പ്രവർത്തനങ്ങൾ തടയുന്നതിൽ നിർണായകമാവുക. ജാഗ്രതാ നിർദ്ദേശം നൽകി പ്രവർത്തനങ്ങൾ ശക്തമാക്കുമ്പോഴും കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന് മുന്നിൽ ചില വെല്ലുവിളികളുണ്ട്. നിലവിലെ പോലീസ് സേനയ്ക്ക് തിരക്കേറിയ നഗരങ്ങളിലും ഗതാഗത കേന്ദ്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഒരേ സമയം ശക്തമായ നിരീക്ഷണം നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. അധിക ജോലിഭാരം പോലീസ് ഉദ്യോഗസ്ഥരെ ക്ഷീണിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. പല സ്ഥലങ്ങളിലും കാര്യക്ഷമമായ CCTV നിരീക്ഷണ സംവിധാനങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും കുറവുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ പോലുള്ള കേന്ദ്രങ്ങളിൽ ആധുനിക സ്കാനറുകളുടെയും ഡ്രോൺ നിരീക്ഷണത്തിന്റെ ലഭ്യത പരിമിതമാണ്. തീവ്രവാദ ആശയങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ പോലീസിന് പ്രാദേശിക തലത്തിൽ സാമൂഹിക സഹകരണവും ബോധവൽക്കരണവും ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും രാഷ്ട്രീയ ഇടപെടലുകൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാറുണ്ട്. സ്ഫോടനങ്ങൾ പോലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് പലപ്പോഴും ഹവാല, ലഹരിക്കടത്ത് തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ്. ഇത്തരം സാമ്പത്തിക മാർഗങ്ങൾ കണ്ടെത്തി തടയുക എന്നത് പോലീസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയുമാണ്. ജാഗ്രതാ നിർദ്ദേശം ഒരു താൽക്കാലിക നടപടി എന്നതിലുപരി സ്ഥിരമായ ഒരു സുരക്ഷാ മാനേജ്മെന്റ് സംവിധാനമായി മാറേണ്ടതിന്റെ ആവശ്യകതയാണ് ഡൽഹിയിലെ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. സുരക്ഷാ ഏജൻസികൾ, പ്രത്യേകിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, സ്റ്റേറ്റ് പോലീസ് എന്നിവയ്ക്ക് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സ്ഥിരം പരിശീലനം നൽകേണ്ടതുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്നും സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നുമുള്ള വിവരങ്ങൾ കൃത്യസമയത്ത് താഴെത്തലത്തിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കണം. കേരളത്തിന് നീണ്ട തീരപ്രദേശമുണ്ട്. കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റവും കടത്തും തടയാൻ തീരദേശ പോലീസിന്റെയും നേവിയുടെയും ഏകോപനം അത്യന്താപേക്ഷിതമാണ്. ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് കേരളത്തിൽ പ്രഖ്യാപിച്ച ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനം നേരിടുന്ന ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളുടെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങളുടെ സഹകരണത്തോടെ പ്രധാന കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തമാക്കുകയും ഇന്റലിജൻസ് വിവരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രമേ ഇത്തരം ഭീഷണികളെ മറികടക്കാൻ കേരളത്തിന് സാധിക്കൂ. ഈ നടപടികൾ താൽക്കാലികമായി ഒതുങ്ങാതെ ഭീകരവാദത്തിന്റെ വേരുകൾ അറുത്തുമാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല സുരക്ഷാ പദ്ധതികളായി മാറേണ്ടതുണ്ട്.